അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ വീട്ടിലെ വെറുതെ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് നല്ല പോട്ടുകൾ ഉണ്ടാക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ കിടിലൻ 5 ഐഡിയകളാണ്. ഏതൊക്കെ 5 ഐഡിയകളാണെന്ന് നോക്കിയാലൊക്കെ സിമ്പിളാണ്. അപ്പോൾ 5 തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് ഇന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് മിഠായി ബോട്ടിലാണ്, പിന്നെ അതുപോലെ ഇത് സോഡ ബോട്ടിലാണ്, പിന്നെ ഉള്ളത് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസ് ഉണ്ട്, പിന്നെ ഉള്ളത് ഇതുപോലത്തെ ചെറിയ ബോട്ടിലോട്ടാണ്. അപ്പോൾ ഈ 4 തരം ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് 5 മോഡൽ ചെടിച്ചട്ടികൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴും നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ. അതുകൊണ്ട് തന്നെ ഞാൻ കടയിൽ ഇതുപോലത്തെ മിഠായിയുടെ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനിത് പറയും, ഇത് കൊടുക്കണ്ട, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കാശ് കൊടുക്കാണ്ട് എന്നിട്ടാണ് ഈ ഒരു ബോട്ടിൽസൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. 2 സൈഡിലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആ നടുഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ അടിയിൽ ഡ്രെയിനേജ് ഹോൾസൊക്കെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാതെ ഇരിക്കാം. ഞാൻ നടുന്ന ചെടിക്ക് ഇതിൻ്റെ ഹോൾസ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം. വേണമെങ്കിൽ ഡ്രെയിനേജ് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി പിടിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കതിനൊരു ഓട്ട ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മതിലിൻ്റെ പൊക്കത്ത് വെച്ചിട്ടുള്ള ഈ ചെടികളൊക്കെ നമ്മൾ ഹാങ്ങിങ് പോട്ട്സിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ നടാൻ പോകുന്ന ചെടി ഏതെന്ന് വെച്ചാൽ ചീരല്ലേ, മണി പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റിൻ്റെ ആ ചട്ടിയിൽ ചീര മുളച്ചിട്ട് നിൽക്കണുണ്ടാവും. ഞാൻ ആ ചീരൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. ഇനി ഈ മണി പ്ലാന്റ് അതേപോലെ തന്നെ മണ്ണോടുക്കനെ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഈ മണി പ്ലാന്റ് നല്ല നീളത്തിൽ വള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കട്ട് ചെയ്യാൻ നിൽക്കണില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതാണ്. അപ്പോൾ കുറേ ടൈം പിടിക്കും നമുക്ക് ഇതേപോലെ നല്ല നീളത്തിലുള്ള വള്ളിയൊക്കെ കിട്ടണമെങ്കിൽ. ഞാൻ ഇതേപോലെ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മതിലിൻ്റെ പൊക്കത്തേക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ നേരത്തെ കുറേ മണി പ്ലാന്റ് വെറൈറ്റികൾ ഇതുപോലെ ഇതേ ബോട്ടിൽസിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയും ഈ മതിലിൻ്റെ അടുത്തേക്ക് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടില്ലേ? ഇനി നല്ല നീളമുള്ള വള്ളികളായിട്ട് വളർന്നിട്ട് നല്ല ഭംഗിയുണ്ടാവും ഇതിന് കാണാൻ. അപ്പോൾ ഇതൊരു ചിലവ് കുറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ ഐഡിയ ആണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ഐഡിയ എന്താണെന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിനയില നടാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ബോട്ടിൽസ് ഉണ്ടാക്കാനിട്ട് മിനറൽ വാട്ടറിൻ്റെ ഈ കുപ്പിയുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ കവറൊക്കെ അഴിച്ച് മാറ്റി ഇനി ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ആ നടുവിൽ നിന്ന് കുറച്ച് പോർഷൻ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ കുപ്പി ഇങ്ങനെ മടങ്ങിയിരിക്കണം, അതാണ് വേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു കത്രിക വെച്ചിട്ട് നന്നായിട്ടത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫുള്ള് കട്ട് ചെയ്യരുത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി എടുത്താൽ ഇതുപോലെ 2 ചെടികൾ നടാനുള്ള ചട്ടി കിട്ടും. അപ്പോൾ അതിൻ്റെ മൂടിയുടെ ഭാഗത്തൊരു ഹോളിട്ട് കൊടുക്കുക, പിന്നെ അടിഭാഗത്തും ഹോളിട്ട് കൊടുക്കുക കേട്ടോ, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ. എന്നിട്ടിതാ ഞാനിത് കൊളത്തിയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡ്രമ്മിൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ ഡ്രമ്മിൽ നമ്മൾ പേര നട്ടിട്ടുണ്ട്, മഞ്ഞൾ നട്ടിട്ടുണ്ട്, പപ്പായ നട്ടിട്ടുണ്ട്, പിന്നെ ചീരവിത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ സകലമാന പച്ചക്കറികളൊക്കെ അതിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ട്. അപ്പോൾ നല്ല ഐഡിയ ആണ് കേട്ടോ ഇത്. ഞാനിതിൽ പുതിന ഉള്ളൂ നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോട്ടിങ് മിക്സ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുള്ളത്. മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ നിറക്കുന്നിട്ട്. അപ്പോൾ കല്ലും പിന്നെ അതുപോലെ ചകിരിയും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു പൊട്ടി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ലൂസായിട്ടുള്ള പൊട്ടി മിക്സാണ്, വെള്ളം കെട്ടി കിടക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ പുതിന നട്ടുപിടിപ്പിച്ചതൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പുതിന ഇട്ടിട്ടുള്ള ചായയാണ് കുടിക്കാറ് കേട്ടോ. പുതിനയിലയും ഇഞ്ചിയും കൂടി ചതച്ചിട്ട് കട്ടൻ തിളപ്പിച്ചിട്ട് ആ ചായയാണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ അത് തന്നെ അതിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന പുതിന ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് അതിന് വേര് മുളച്ച് വരുമ്പോൾ ഞാനിതുപോലെ നടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് നട്ടു കൊടുക്കുന്നത് നമ്മുടെ വേര് മുളപ്പിച്ചിട്ടുള്ള പുതിനയുടെ കമ്പാണ്. അപ്പം നമ്മുടെ 2ാമത്തെ വർക്കും കംപ്ലീറ്റ് ആയി. എല്ലാത്തിലും പുതിനയുടെ കമ്പ് നട്ടിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളിയല്ലേ, ചിലവ് കുറഞ്ഞ പുതിന നടൽ എന്ന് പറയാം ഇതിന്. അപ്പം ഇനി നല്ല കത്രികയും പ്ലാസ്റ്റിക് ബോട്ടിലും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഐഡിയ നമുക്ക് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് വലിപ്പമുള്ള കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫസ്റ്റത്തെ ബോട്ടിൽ ചെയ്ത പോലെ തന്നെ നടുവിൽ നിന്ന് കുറച്ച് ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു കയറിട്ട് കെട്ടാനുള്ള ഭാഗത്തിനുള്ള ഹോൾസ് 2 അറ്റത്തും ഇട്ട് കൊടുക്കണം കേട്ടോ. മേലെയും താഴെയൊക്കെ ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. പിന്നെ അടിയിൽ വെള്ളം പോവാൻ അത്യാവശ്യം കുറച്ച് ഹോൾസും ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ചെയ്ത ആ ഒരു സംഭവം തന്നെയാണ്, പക്ഷേ ഇത് കുപ്പിയുടെ ആകൃതി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇതിന് എത്ര കുപ്പി വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ 3 കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കുപ്പി 3 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു വള്ളി വെച്ചിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഈ 3 ബോട്ടിൽസും കുറച്ച് ഡിസ്റ്റൻസിൽ ഈ ഒരു വള്ളിയിൽ കോർത്ത് കൊടുക്കുക. 2 സൈഡിലും വള്ളി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് തൂക്കാൻ പോകുന്നത് മതിലിൻ്റെ പുറത്താണ് കേട്ടോ. അപ്പം മതിലിൻ്റെ നമ്മുടെ ആ പുതിന നട്ടേൻ്റെ ആ ഒരു സൈഡിൽ ഇത് അവിടെ ഒരു ആണിയുടെ മുകളിൽ തൂക്കിയിട്ടിട്ട് ഇതിൽ നടാൻ പോകുന്നത് പെറ്റൂണിയാണ്. പെറ്റൂണിക്ക് അത്യാവശ്യം വെയിലും തണലും അങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് പെറ്റൂണിക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള വെയിലും അത്യാവശ്യത്തിനുള്ള തണലൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പെറ്റൂണിയെ ഇങ്ങോട്ട് മാറ്റി നല്ല കഠിന വെയിലിൻ്റെ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് മാറ്റിച്ചേക്കണേന്. അപ്പോൾ ഇതിൽ ഇതുപോലെ നമ്മുടെ പൊട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി കമ്പെടുത്തിട്ട് നമുക്ക് പെറ്റൂണിയ നടാം. പെറ്റൂണിയ നമ്മളിതുപോലെ ഇങ്ങനെ കമ്പ് മുറിച്ചിട്ട് ഇങ്ങനെ നട്ടു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ചെനപ്പ് ഭാഗം ഇങ്ങനെ നട്ടു കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മളിത് എപ്പോഴും ഇങ്ങനെ നട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോട്ടെ. അങ്ങനെ നമ്മുടെ വെള്ള കളറ് പെറ്റൂണിയ ഇതുപോലെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാത്ത കാരണം നശിച്ചു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് എല്ലാവരും ചെയ്യുന്ന വർക്കുകൾ തന്നെയാണെങ്കിലും നമ്മുടെ തോട്ടത്തിൽ ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യലല്ലേ. പിന്നെ ഈ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസ് ഇതുപോലെ 3 പീസാക്കി കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ ചെയ്യാൻ പോകുന്നത്. നടുവിലുള്ള പാർട്ട് നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു നടുവിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ആ ഭാഗം. പിന്നെ ലാസ്റ്റത്തെ അടിഭാഗം നമുക്ക് ചെടികൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു മൂടി വരുന്ന ഈ ഭാഗമല്ലേ, അത് വെച്ചിട്ടാണ് നമ്മുടെ 4മത്തെ ഐഡിയ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സൈഡിൽ ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ വായഭാഗം വരുന്നിടത്ത് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണം കയറ് കൊണ്ട് അത് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഈ 2 ബോട്ടിൽസ് ഒരുമിച്ച് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് വെക്കാൻ പോകുന്നത് നമ്മുടെ വെള്ളം മേളിൽ നിന്ന് ബാൽക്കണി ഉണ്ടല്ലോ, മേളിലത്തെ ആ ബാൽക്കണിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുന്ന കുഴലാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാനിത് കെട്ടിക്കൊടുക്കുന്നത്. ഈ മിനറൽ വാട്ടറിൻ്റെ മൂടിയൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ വായഭാഗം തുറന്നിരിക്കുന്ന കാരണം ഞാനൊരു ചെറിയൊരു കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഓടിൻ്റെ കഷ്ണം പോലത്തെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചകിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് മണ്ണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ നടാൻ പോകുന്നത് ടേബിൾ റോസാണ് കേട്ടോ. ഈ ടേബിൾ റോസിൻ്റെ കളക്ഷൻസൊക്കെ നമ്മുടെ ഉമ്മാടെയാണ് കേട്ടോ. അതെല്ലാം നട്ടുപിടിപ്പിച്ചത് ഉമ്മേനെ. ഉമ്മ നട്ടുപിടിപ്പിച്ചതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നിറച്ചും പൂക്കളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വർക്ക് അടിപൊളിയല്ലേ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാൻഡേജിൻ്റെ ബോട്ടിൽസാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിക്കുന്ന ബാൻഡേജില്ലേ, അതിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു ഷേപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടൊരു പോട്ട് സെറ്റ് ചെയ്താലോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ് കേട്ടോ. അതിൻ്റെ മൂടി ഇങ്ങോട്ട് തുറക്കുക, പിന്നെ അതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചളയാം. പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ പെയിൻ്റ് അടിക്കുക കേട്ടോ. ഞാൻ പെയിൻ്റ് അടിക്കുകയൊന്നും ചെയ്യുന്നില്ല, ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കൊരു ചെറിയൊരു ഫെവിക്വിക്ക് എടുത്തിട്ട് അത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. 5 രൂപയുടെ ആവശ്യമുള്ളൂ. ഇതുപോലത്തെ ഒരു ചെറിയൊരു ഫെവിക്വിക്ക് മേടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പരട്ടി കൊടുക്കുക, ആ മൂടിയിൽ വെച്ചിട്ട് ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ 2 ബോട്ടിൽസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ നല്ല അടിപൊളി ചെടിയാണ് ഇതിൽ വെക്കാൻ പോകുന്നത്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന സിങ്കോണിയാണ് കേട്ടോ ഇതിൽ വെക്കാൻ പോകുന്നത്. ഞാനിത് ചെറിയ ബോട്ടിൽസിൽ പിടിപ്പിച്ചതാണ്. അപ്പോൾ അത് ഞാനിതാ ഇതിലേക്ക് ഇറക്കി വെക്കാൻ കേട്ടോ. അതിൻ്റെ അടിയിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ട് ആ മണ്ണോടുക്കനെ ഞാനിതിൽ ഇറക്കി വെക്കാൻ കേട്ടോ. നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ടും മണ്ണില്ലാതെ വെള്ളത്തിലും വെക്കാവുന്നതാണ്. പക്ഷെ ഞാൻ കുറച്ച് മണ്ണിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക്
നമുക്കിങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് നനച്ച് കൊടുത്താലും മതി. നമുക്ക് അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഹോൾസ് ഒന്നും ഇല്ലാതെ ബോട്ടിൽസ് ആക്കിയിട്ട് എന്നിട്ട് അതിൽ ആഴ്ചയിൽ ഒരു ദിവസം നന കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകൾ വളരും. അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു മുകളിൽ ഒരു ജനൽ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അവിടെ കർട്ടനും ചെയ്തിട്ടില്ല. എനിക്ക് ഈ ജനൽ വരുന്ന ഭാഗത്ത് വെർട്ടിക്കൽ ഐഡിയാസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ മുറിച്ചെടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ അടിഭാഗത്തിൽ ഞാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളത്തിൽ മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ ഇട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.